വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. തൊഴിൽ നിഷേധിക്കുന്ന സംവിധാനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. ഇങ്ങനെ തുടങ്ങി വലിയ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വളരെ മുദ്രാവാക്യമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങളെല്ലാം നാട്ടിലെ ജനങ്ങളുടെ മുദ്രാവാക്യമാണ്, ഫാർമേഴ്സുകളുടെ മാത്രം മുദ്രാവാക്യമല്ല. അതുകൊണ്ട് ഈ മുദ്രാവാക്യം ഉയർത്തി നടത്തിയ സമരം വലിയ വിജയമാക്കാൻ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ത്യാഗപൂർണമായി പ്രവർത്തനം നടത്തിയ ഒട്ടനവധി സഹോദരിമാരാണ് ഭൂരിപക്ഷവും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകിച്ച് APP സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ സമരം കൊണ്ട് മാത്രം നമുക്ക് മുന്നിൽ പോകാൻ വേണ്ടി കഴിയും എന്ന് വിചാരിക്കുന്നു. ചില സംഘടനകളുണ്ട്, കേന്ദ്രത്തോടും ഉണ്ടാകാൻ പാടില്ല, കേരളത്തോടും ഉണ്ടാ. അങ്ങനെ സമീപനം നമുക്കില്ല. നമ്മളെ പേര് നടക്കുന്ന ചില ഡ്യൂപ്ലിക്കേറ്റ് ആർക്കാട് സൂക്ഷിച്ചോളണം കേട്ടോ, സൂക്ഷിച്ചു കൊള്ളണം. കേന്ദ്രത്തോടും കേരളത്തോടും എവിടെയാണോ ഫാർമേഴ്സുകളുടെ പ്രശ്നങ്ങൾ നിഷേധിക്കുന്നത് അവിടെ സമരം ചെയ്യും. ഞങ്ങൾ കണ്ടില്ലേ ഇവിടെ തൊഴിൽ ഭവൻ മുന്നിൽ സമരം നടത്തിയത്? കേരളത്തിന് ജനസംഖ്യ ആകർഷിച്ചല്ല, തൊഴിൽ ഭവനെതിരായി മുന്നിൽ സമരം നടത്തിക്കൊണ്ടാണ് ഇപ്പോ ഫാർമസിസ്റ്റുകളുടെ ഈ മിനിമം വേതന വെറുതെയല്ല, പോരാട്ടം നടത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്യും, സെൻട്രൽ ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്യും. നമുക്കൊരു സംഗതിയില്ല, ഒരു ഗവൺമെന്റിനെതിരായിട്ട് ഏർപ്പാടില്ല മറ്റതുപോലെ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഫാർമസിസ്റ്റുകളുടെയും ജനങ്ങളുടെയും ജീവത്തായ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വളരെ വെയില് ഒക്കെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും വളണ്ടിയർമാരെയും ഈ പ്രവർത്തനം വളരെ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്താൻ, സംഘാടനം നടത്താൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെയും എല്ലാവരെയും ഊഷ്മളമായ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ മെമ്പർ ശ്രീ KT രവീന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. വിവിധ ജില്ലകളിലെത്തിയ ഈ സമര പങ്കെടുത്ത വളണ്ടിയർമാരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ ഈ പരിപാടിയുടെ നമ്മുടെ മുദ്രാവാക്യത്തെ ഉദ്ദേശിക്കുകയും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ നേതാക്കന്മാർ വിശദീകരിച്ചു കഴിഞ്ഞു. അതിന് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമര വളണ്ടിയർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതിന് വേണ്ടി കേരള പ്രൈവറ്റ് ഫാർമസ് അസോസിയേഷൻ പ്രസിഡന്റായ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.